experience. എന്താ ചെയ്യണ്ടെന്ന് ദേഷ്യം വരാതിരിക്കണേ ഇങ്ങനെ വരുമായിരിക്കും. ഹായ്, ഇത് വന്നില്ലാന്നേ, വിളിച്ചിട്ടിട്ട് കിട്ടണൂല്ല ഇപ്പൊ. വാ നോക്കിയ മണി 10:30 എന്നാന്നാവോ, എവിടെ പോയിരിക്കണെന്നാവോ. എവിടെയെങ്കിലും പോണെന്നല്ലേ പറയാം, പാർട്ടി വല്ലതും ഉണ്ടോ അതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വൈകുന്നേരം എന്തോ പറഞ്ഞു പോണ്ടായി, എനിക്കറിയോ. വല്ല പാർട്ടിയും കൂടി ഇരിക്കണേ, പാർട്ടി വിടാനൊന്നുമില്ല. നിന്റെ വിധി. എന്താ ചെയ്യണേ? അൻസാറിനെ നടരാജനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നാ. അമ്മേനെ വിളിച്ചു നോക്ക നീക്ക്. അമ്മയുടെ ഫോണും എടുത്ത മോനെ. മുത്തേ അവരാ my father. My father. നോക്കിറങ്ങ് വീടെത്തി എന്തോടത്? ഓവറായി പോയി. കോച്ച് അത് ആൽക്കോൾ കണ്ടന്റ് കൂടുതലല്ലേ? നിങ്ങൾക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, മനസ്സിലായി. കൂടാതാണ് പാടിപ്പോണത്. ഞങ്ങളൊരു ചെയ്തിട്ടില്ല. ഞാൻ കണ്ണനോട് അളിയനോട് അക്സെപ്റ്റ് ചെയ്തു. 12 കൊല്ലം മുമ്പ് നിന്റെ പെങ്ങൾ എന്റെ കൂടെ വന്നില്ലയോ? സാരില്ല പോയി കിടക്ക്. എന്നെ ഞാൻ വിളിച്ചോ, പോയി കിടക്ക്. അവനെ കണ്ടു അങ്ങോട്ട് പോയി. മാമനെ പറയണ്ട, അങ്ങോട്ട് ചെല്ല്. അമ്മ ചെരുപ്പൊക്കെ എടുത്തോണ്ട് പോകും. മാമ ഒന്നും പറയണ്ട. ആളെ എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് പോയി കഴിച്ചില്ലേക്ക്. അത് പിന്നെ പൈസ വരാറുണ്ട്, പക്ഷെ അതിന്റെ പേര് നോക്കാൻ പറ്റില്ല. ഞാൻ പിടിക്കാം. ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ കനക സാർ? നാരായണടുത്ത് ഞാൻ പറഞ്ഞ മേൽ ഈ പരിപാടി ഒപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുത്. അവിടെ റൂം എടുത്ത് കിടത്തിക്കൊള്ളരുത് കേട്ടോ. അവളെ അറിയാൻ പറഞ്ഞേക്കാം. ഏത് മെമ്പറാണ്? അപ്പൊ ഞാൻ കോഴിയെ കണക്ക് ഒന്നും പറയില്ല. നാളെ തരാം ഞാൻ. ഇവിടെ ചവിട്ടി കൂട്ടി കോഴി ആരാന്ന് ഞാൻ നാളെ കാണിക്കാനടാ. ഞങ്ങൾ പോന്നേ മുത്ത. കിട്ടിയെങ്കിൽ കിട്ടും. അങ്ങ് വീട്ടിൽ ചെല്ലുമ്പോ മുത്തുലക്ഷ്മി വന്നോളൂ. ഇങ്ങോട്ട് വരാൻ നോക്കൂ.
എന്തൊരു കിണി. ഇന്നലെ എന്താ കാണിച്ചു കൂട്ടിയത്? നിങ്ങക്ക് വല്ല ബോധമുണ്ടോ? ആണുണ്ട്. നിങ്ങക്ക് എത്ര വയസ്സായി? കുടിയൻ. നിങ്ങൾ എന്തിനാ ഇന്നലെ പോയത്? പൈസ മേടിക്കാനാന്ന് പറഞ്ഞ് പോയതാണോ നിങ്ങള്? ആണോ? എന്നിട്ട് എന്താ കാണിച്ചു കൂട്ടിയത്? എന്ത് കാണിച്ചെന്നത് അംഗം? ഓഹ് എന്റെ ദൈവമേ, നാണം കെട്ട് നാറി മനുഷ്യൻ. വീട്ടുകാരുടെ മുമ്പിലാണെങ്കിൽ നാണക്കേടല്ലേ? അത് ഇന്നലെ അവിടെ പോയപ്പോൾ ആ ഒരു സ്കോച്ച് കൊണ്ടുവച്ച്, അപ്പം അത് കുടിച്ചപ്പോൾ പച്ചവെള്ളം പോലെ ഇരുന്ന്, പിന്നെ ദാഹിക്കുകയും ചെയ്തു, അപ്പോൾ കുടിച്ചു. അയ്യോ പാവം, ദാഹത്തിന് അത് മാത്രമേ കിട്ടിയുള്ളൂ. പച്ചവെള്ളം ഇവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനല്ല അത്. എന്നിട്ട് ഇവിടെ വന്നോ? ഇവിടെ വന്ന് നിലത്ത് കിടന്ന് ഇഴയുന്നു. ബാത്റൂമിൽ കയറിയിട്ട് ആ ബക്കറ്റിലോട്ട് തലയും കുത്തി. ഞാൻ എന്ത് പാടും? നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനെ പിടിച്ചാൽ എനിക്ക് കിട്ടുമോ? തലയും തോർത്തി കൊണ്ടുവന്ന് എവിടെയെങ്കിലും കിടത്താന്ന് വിചാരിച്ചപ്പോഴത്തേനും കട്ടിലേ കിടക്കാൻ മേല, നിലത്ത് കിടക്കണോന്ന്. ചുമ്മാ എഴുന്നേറ്റ് ചെല്ല്, അവന്റെ അടുത്ത് ആവശ്യത്തിന് കിട്ടും. എന്താന്നറിയില്ലേ? എന്താ നിങ്ങൾ ഇവിടെ കാണിച്ചത്? എന്തൊക്കെ പറഞ്ഞത് നിങ്ങള് വന്നിറങ്ങിയപ്പോ? അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല, അത് നീ ചുമ്മാ തള്ള. പിന്നെ എനിക്ക് ഭ്രാന്തല്ല, നിങ്ങളെ പോലെ തലയ്ക്ക് വെളിവില്ലാതിരിക്കുമല്ലേ എനിക്ക്. അപ്പുറത്തെ എല്ലാവരും കേട്ടു, നിങ്ങളുടെ മോളും കേട്ടു. സമാധാനമായല്ലോ. എന്നും ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇതിപ്പോ ഒരു പുതിയ സാധനമായതുകൊണ്ട് അതിന്റെ റേഞ്ച് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നിങ്ങൾ ന്യായീകരിക്കണം കണ്ടിട്ട് കണ്ടതെല്ലാം കാണിച്ചിട്ട്. നീ ഒന്ന് വന്നേ. ഞാൻ വല്ലതും പറയും. ഞാൻ അല്ലെന്നൊന്ന് ബാമ് നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല കഞ്ഞി വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ എഴുന്നേറ്റ് വാ. തലവേദന. നിങ്ങളുടെ ശൃംഗാരം തലവേദന എടുക്കും. നിങ്ങൾക്ക് തലവേദന അല്ല, എല്ലാ വേദന എടുക്കും നിങ്ങൾക്ക്. അച്ഛനോട് കിടന്നിട്ട് വരാം. കനക, പോണ വഴിക്ക് എന്നെ അവിടെ ഇറക്കിയിട്ട് ഈ പൊക്കോ. എന്നിട്ട് നീ തിരിച്ചു വരുമ്പോ ഞാൻ അവിടെ ഉണ്ടോ നോക്കണം. ഞാൻ അവിടെ കൂട്ടിയിട്ട് വരണം. അവിടെ നിൽക്കണ്ടേ? വേണ്ട വേണ്ട, നീ പൊക്കോ. എപ്പോഴാ കഴിയാറില്ല. അപ്പൊ നീ വരുമ്പോ നോക്കിയാൽ മതി എന്നെ കേട്ടാ. ആ ഞാനേ ക്ലീറ്റോമേനെ നീച്ചോ നോട്ടെ. ക്ലീറ്റോമോനെ, ക്ലീറ്റോ. എവിടെ ക്ലീറ്റോ? അവിടെ വിളിച്ച എഴുന്നേറ്റിട്ട് പിന്നെയും കിടന്ന് തലവേദന എടുക്കണമെന്നും പറഞ്ഞു. എന്തേ തലവേദന എടുക്കണമെന്ന് കിടക്കുവന്ന്? തലവേനിക്കും കുരുത്തക്കടാണേ. രണ്ടെണ്ണം അടിക്കണ അമ്മാമ്പടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്നെ കൂട്ടാണ്ട് പോയി മോന്തിയതല്ലേ. തലയല്ല വേനിക്കും അവനെ. ഞാൻ വരട്ടെ, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി അപ്പൊ അമ്മാവനും കൂടി പോകാത്തതിന്റെ കുറവുണ്ടായിരുന്നുള്ളൂ. പോവാം. എനിക്ക് അവനുള്ളത് ഞാൻ വന്നിട്ട് കൊടുക്കാന്ന് പറയട്ടാ. എഴുതാ ഹെൽമെറ്റ് വെച്ചോ. മുരിഞ്ഞ വെച്ചപ്പോലെ എന്നാലേ മോളോട്ട് നോക്കിയേ. താഴെ നോക്കല്ലേ. ഈ അച്ചപ്പത്തിന് എത്ര ഹോളുണ്ട്? 12. എത്ര? 12. 12 8 ഉള്ളൂ. അപ്പൊ ഇവിടെ മുമ്പ് എണ്ണി വെച്ച കേട്ടോ കള്ളി. ഞാൻ എണ്ണി വെച്ചില്ല. ഇത് സ്ക്വയറാ. ഹോൾ എന്നാ പറഞ്ഞ സർക്കിൾ എന്നല്ല. അല്ല എന്നാലോ. അമ്മ ഗസ് ചെയ്യമ്മ. നോക്കാതെ ഗസ് ചെയ്. എന്ത് ഈ ഇതിൽ എത്ര ഹോൾ ഉണ്ടെന്ന്. ജീവിതമേ ഹോളായിട്ടിരിക്കുന്ന ആളാ ഞാൻ. എന്നാലും ഗസ് ചെയ്. എണ്ണൽ 10. ഓക്കെ. 2 3 4 5 6 7 8 9 10 11 12. 2 എണ്ണല്ലേ കുറഞ്ഞുള്ളൂ. എന്നാലും കുറഞ്ഞില്ലേ? ബെറ്റ് വെക്കാനല്ലായിരുന്നു. 8 എണ്ണ. പക്ഷെ ഇത് കൊള്ളൂല അമ്മ. ഭയങ്കര മുറുക്കോ അല്ലേ? കട്ടിയാ. എന്താണ് എല്ലാരും കൂടി? ഡാഡി നല്ല തലവേദന. തലവേദനയൊക്കെ ഉണ്ടാവും. 4 കാലല്ലേ വരും. ഡാഡി ഇനി അങ്ങനെ വരരുത് കേട്ടോ. ഇന്നലെ ഭയങ്കര മോശമായിരുന്നു. പിള്ളേരൊക്കെ നോക്കി നിൽക്കുമല്ലായിരുന്നു. ഞാനും പിള്ളേരല്ലേ, ഞാൻ നോക്കി നിൽക്കുമല്ലായിരുന്നു. മുത്ത് എന്താണ് ഡാഡി എന്നും അങ്ങനെയാണ്? അല്ലല്ലോ. എന്നൊന്നല്ല, ഇന്നലെ ഭയങ്കര ഓവറായിരുന്നു. ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയി. അത് ഒരു മീറ്റിങ്ങിന് പോയി ഒരിടത്ത് ഇരുന്ന് ഒരാള് വർത്താനൊക്കെ പറയുന്നത് അങ്ങനെ പറ്റിപ്പോയി. സത്യം. മറ്റുള്ളവരുടെ തലയിൽ വെച്ചാൽ മതി. കുടിച്ചു കൂത്താടി വന്നിട്ട് കുടിയൻ. എനിക്ക് തക്കുടു ഇതല്ലേ കണ്ടു വളരണം. എന്റെ പൊന്നെ, ഇത് സോറി. ചായ കുടിക്കണേ കുടിക്കും. എന്റെ പൈസ ഇന്നലെ ചില്ലറ ഇരുന്ന് അത് ഞാൻ പൈസ എവിടെ വെച്ച് ഞാൻ എടുത്ത് തരാം. പോലും ഓർമ്മയില്ല.
പേഴ്സ് എവിടെ, പൈസ എവിടെ, നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടാ പോലും നിങ്ങൾ അറിയില്ലല്ലോ ഇന്നലത്തെ അവസ്ഥയാണെങ്കിൽ. തങ്ക നീ ഒന്ന് നിർത്ത്. ഇത് ഏതാ എൻ്റെ ചായ ഇതല്ലേ? അത് ഇതാ ഇത്രയും തന്നു നടരാജ് അങ്കിള് പോയപ്പോ ഫോണ്. ഇതിൻ്റെ ലോട്ടറി ടിക്കറ്റ് ഇടും. ഇതും കൂടെ തന്ന. ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ എടുത്തായിരിക്കും, അല്ലാതെ ആരും എടുക്കാനാ? ഞാൻ ലോട്ടറി ഒന്നും അങ്ങനെ എടുക്കാറില്ലല്ലോ. പിന്നെ എടുക്കാത്ത പിന്നെ ലോട്ടറി നടന്നു കയറിയോ? എനിക്കറിയില്ല. ഞാൻ നടരാജൻ. എന്നാ പിന്നെ നടരാജന്റെ ആയിരിക്കും. അയാളുടെ അതിനാണെങ്കിൽ ബോധമില്ലല്ലോ. അതെ. ഇന്നത്തെ ഇന്നത്തെ ഇന്നത്തല്ലേ? എനിക്കറിയില്ല. ഇന്നത്തെ എന്നാ പിന്നെ കഴിഞ്ഞ നോക്ക്. സമയം എപ്പോഴാ? 3 മണിക്ക്. നടരാജനെ വിളിച്ച് ചോദിക്കാറുന്നില്ലെന്നാ? ഇതൊക്കെ എടുത്ത പോലും ഓർമ്മ കാണില്ല. ഈ തലവേദനയുടെ ബാമല്ലേ ഇരിപ്പുണ്ടാ? നോക്ക, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. അമ്മ എടുത്തു. നീ പറ. ഇതിപ്പോ 4, ഇത് രണ്ടും ഒന്നാണല്ലോ. അത് 2 എണ്ണം ഒരേ നമ്പർ തന്നെ 2 സീരീസിൽ വരും. അടിച്ചാ 2നും നോക്കടി. പ്രൈസ്. വെയിറ്റ് വരട്ടെ. പറ. ലാസ്റ്റ് തുടങ്ങട്ടെ. ഫസ്റ്റ് നോക്ക്. ഫസ്റ്റ് ബി ആണോ? ബിയോയും അപ്പൊ അതില്ല. അപ്പൊ അതില്ല. ബിആറും ബിഒയും. അപ്പൊ ഇതില് വന്നേക്കണേതാ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് BP. അപ്പൊ ഇതിൽ ആ സീരീസ് എന്നാലും അതിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോ ചെറിയ ഇതുണ്ട്. സമാശാസ്ത്ര സമ്മാനം എന്ന് പറഞ്ഞിട്ട് നമ്പർ 6728. ഫസ്റ്റ് പ്രൈസ് ഉണ്ട് 6728 അല്ലല്ല. സെക്കൻഡും വേറെ 5 ഒക്കെ. BR 1,00,000 ഇല്ല. നീ അതെ ഇനി എടുക്ക്. എനിക്കാണെങ്കിൽ പോയിട്ട് കുറെ കാര്യമുണ്ട്. അപ്പുകൂടെ സാറിനെ കാണും. ഒന്നാമത് ലേറ്റായി. അയ്യോ, കുറച്ചേരം കൂടി കിടന്ന് ഉറങ്ങ്. എന്നിട്ട് രാത്രി ആകുമ്പോ അപ്പുകൂടെ സാറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇന്നലെ കള്ളു കുടിച്ച് ബോധമില്ലായിരുന്നു. അവിടെ ഇരുന്നു. അവിടെ 5000 നോക്കട്ടെ. 5000 നോക്ക്. എത്ര ഫസ്റ്റ്? എത്ര? 2 അതൊക്കെ 2. 2 2 2 2 3 2 1 2 2 1 5 5. അടുത്തേതാ? 8. 2 1 5 8. 2 1 5 8. 5000. അപ്പൊ 2 എണ്ണം ഉണ്ടത്. നമുക്ക് ലോട്ടറി അടിച്ച്. അപ്പൊ 10000 രൂപ കിട്ടോ? ഇല്ല, ഒന്ന് നോക്ക്. ചേടാ, അയ്യോ, ചെന്ന് പറയടി. ചെന്ന് അമ്മേനോടൊക്കെ പറഞ്ഞിട്ടോ. തങ്ക ഇതിപ്പോ ആരോട് പറയാൻ പറഞ്ഞോട്ടെ? അപ്പുറത്ത് പറയണ്ടേ പിന്നെ? എന്തിന്? ഒന്ന് പോയേ കളിക്കും. ഇതിന് 2 ആണല്ലേ? 10000 രൂപ. എന്നാലും ഇത് ആരുടെ ടിക്കറ്റാന്ന് ഞാൻ ആലോചിക്കണേ. ടിക്കറ്റ് എടുത്തോ? ലോട്ടറി അടിച്ചു. ആർക്ക്? ക്ലീറ്റോ അങ്കിളിന്. ആര് പറഞ്ഞ നിങ്ങളോട്? ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴാ അടിച്ചേ. എത്ര രൂപ അടിച്ച്? ഫസ്റ്റ് പ്രൈസ് അല്ല, പിന്നെ ഓടിപ്പോയി അമ്മമ്മ എടുത്ത് പറഞ്ഞേ. എന്തേ ലോട്ടറി അടിച്ചാ? ചെറിയ പൈസ. എത്ര രൂപ അടിച്ചത്? ഒരു 10000 രൂപ. 10000 രൂപ അടിച്ചോ? അടിപൊളി. ദേമേ ചേച്ചി ഇന്നലെ പറഞ്ഞല്ലേ പൈസയൊന്നും ഇല്ലാന്ന്. 10000 രൂപ ലോട്ടറി അടിച്ചു. അത് കൊച്ചുങ്ങളും എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു 1ാം സമ്മാനം അടിച്ചെന്നു. അടിച്ചല്ലോ. എന്ത് അടിച്ചത് അടിക്കാത്തതൊക്കെ കണക്കായി. ഇപ്പൊ ടിക്കറ്റ് ആരാ എടുത്തേന്ന് ഓർമ്മയില്ല. ക്ലീറ്റോ പറയണ ക്ലീറ്റോ എടുത്തിട്ടില്ലാന്ന്. ഒന്നാമത് ഞാൻ അങ്ങനെ അങ്ങ് ടിക്കറ്റ് എടുക്കാറില്ലല്ലോ നീ മോളെ. മാത്രമല്ല ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ 300 രൂപ എൻ്റെ ഉണ്ട്. ആ പൈസ എൻ്റെ അങ്ങനെ തന്നെ ഉണ്ട്. അത് ചെലവാക്കിയിട്ടില്ല. പക്ഷെ ഇന്നലെ ഡാഡിങ് കയറിയപ്പോ നടരാജൻ അങ്കിള് ഇതും ടിക്കറ്റും ഫോണും എല്ലാം കൂടെ എന്റെ തന്നായിരുന്നു. അന്ന് പിന്നെ നടരാജനെ വിളിച്ച് ചോദിച്ചു നോക്ക്. ഈ നടരാജനെ വിളിച്ചാലേ
എടാ നീ ടിക്കറ്റ് എടുത്താന്ന് വെച്ചാൽ അവൻ എടുത്തെന്ന് പറയാം, നീ എടുത്തില്ലല്ലോ എന്ന് വെച്ചാൽ ഇല്ലാന്നും പറയാം. അതല്ലേ കുഴപ്പം. എന്നാ പിന്നെ അൻസാർക്കാനെ വിളിക്കുക, അൻസാർക്ക ഉണ്ടായല്ലോ. ആ അൻസാറിനെ അത്ര പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ അത് ചുമ്മാ അത് ഇത് പറയല്ലേ, ചുമ്മാ പറയണ എങ്ങനെയാ? അത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞ കാര്യം കഴിഞ്ഞിട്ടില്ല. വേണ്ടി ചുമ്മാ നീ ആവട്ടെ. പറയണതിന്. നീ ഇങ്ങനെ അങ്ങനെ വരുമ്പോഴായിരിക്കും അൻസാറേ നടക്കുന്നത്. ഞാൻ ഇപ്പം ഇറങ്ങും, തലവേദനയുടെ. ആ ഇത്തിരി ഉറങ്ങിപ്പോയി. ആ പിന്നെ ഞാൻ വേറെ ആരടാ, നമ്മൾ ഇന്നലെ തട്ടുകടയിൽ പോയല്ലോ. ആ തട്ടുകടയിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ലേ? ആ എന്നിട്ട് ഞാൻ ലോട്ടറി വല്ലതും അവിടെ നിന്ന് വാങ്ങിയ. നീ അവിടെ പോയാ? ആ ആണാ? ഒന്നുമില്ല. ആ ഇല്ല, വെറുതെ ചോദിച്ച. ആ തട്ടുകട പൈസ എല്ലാം ഗിരിയല്ലേ ഇവിടെ ഇപ്പം? ഓ ശരി ഇല്ല, ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ വരും. ഇപ്പം എത്തും. ഓ ഒന്നുമില്ല, വെറുതെ. അവനെ തട്ടുകടയിൽ നമ്മളവിടെ ചെന്ന് ഇരുന്നിട്ട് അവന് വേറെ എന്തോ ആവശ്യമായിട്ട് പോയിട്ട് പിന്നെ അവിടെ നമ്മൾ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അവൻ വന്നതെന്ന് പറഞ്ഞു. കണ്ടില്ലേ അപ്പം? അവൻ അപ്പം ഇല്ല, ഞങ്ങൾ അവിടെ ചെന്ന് ആക്കിയിട്ട് അവൻ ആരെ കാണാം, അവൻ്റെ അടുത്താരെ ബന്ധുവിൻ്റെ വീട് അവിടെ ഉണ്ട്, അങ്ങോട്ട് പോയി. പോയിട്ട് പിന്നെ തിരിച്ച് ഓർമ്മയില്ല. അപ്പൊ ഇനിയിപ്പൊ നടരാജേട്ടനെ തന്നെ വിളിച്ചു ചോദിക്കും. വിളിച്ച് ചോദിച്ചു നോക്കുന്നു. നടരാജ, അതെ നീ ഇന്നലെ ലോട്ടറി വല്ലതും എടുത്തായിരുന്നു? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ജോത്സനെ പോയി കാണാം, എന്താ ഇങ്ങനെ ഒരു ശരിയാണ്. ഇത് ശരിയാക്കാതിരിക്കുന്ന ഒരു കണക്ക് നല്ല അമ്മച്ച. ആ ക്ലേറ്റമ്മനെ ഇന്നലത്തെ വല്ലതും ഓർമ്മണ്ടാ? ഇട്ടിറങ്ങിയില്ലേ? കെട്ടൊക്കെ ഇറങ്ങി, അപ്പൊ അടുത്ത ദുഃഖത്തിലിരിക്കുക. ക്ലീറ്റോ ചേട്ടന് 10,000 രൂപ ലോട്ടറി അടിച്ച്. ലോട്ടറിയാ? പക്ഷെ അത് നടരാജൻ ചേട്ടന്റെ. എന്തോടി പറഞ്ഞേ? അതെങ്ങനെ ബന ലോട്ടറി അടിച്ചത് നടരാജന്റെ? ഒടേ തമ്പുരാൻ അറിയാം. ക്ലീറ്റോന്റെ പോക്കറ്റിൽ ഇന്നലെ 4 ലോട്ടറി ഉണ്ടായി, അതിനകത്ത് 2 അടിച്ചിട്ടുണ്ട്. ഇതിപ്പോ ക്ലീറ്റോന് ഒരു ഓർമ്മയില്ല ലോട്ടറി എടുത്തതായിട്ട്. പൈസ ആണെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയ പൈസ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ക്ലീറ്റോ ആണായിട്ട് പറഞ്ഞു ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല എന്ന്. നടരാജനെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു നടരാജൻ എടുത്തായിരുന്നു ഇന്നലെ 2 ആ ലോട്ടറി ആയിരിക്കും. ഇന്നലെ നടരാജൻ ചേട്ടനല്ലേ ക്ലീറ്റോ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. അപ്പൊ ക്ലീറ്റോ ചേട്ടന്റെ പൈസയും ഫോണും ഒക്കെ നടരാജൻ ചേട്ടന്റെ പോക്കറ്റിലായിരുന്നു. അപ്പൊ നടരാജൻ ചേട്ടൻ അതെല്ലാം കൂടെ എടുത്ത് മുത്തിന്റെ കൊടുത്തു. ആ അപ്പൊ അതിന്റെ കൂട്ടത്തില് നടരാജ എടുത്ത ടിക്കറ്റും എന്റെ കൈ കൊടുത്ത്. ആ നടരാജനിലെ ആള് ഇവനെന്ന് പറഞ്ഞ അവൻ കുടല്, കരള്, ഹൃദയം എല്ലാം എടുത്ത് കൊടുക്കും. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ബനുള്ള ഭാഗ്യം ഇപ്പൊ അവനെ പോയില്ലേ? അതാ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്ന ഞങ്ങള്. ഭാഗ്യൊന്നുമില്ലല്ലോ. അല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ അടിക്കണ്ടല്ലേ അല്ലേ? ആ ഭാഗ്യവാൻ വരുന്നുണ്ടല്ലോ. ലോട്ടറി ടിക്കറ്റ് മേടിക്കാൻ വരിക. ഇനിയിപ്പോ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, ടിക്കറ്റാ കൊടുത്തോ. എനിക്ക് നല്ല സമയമാണ്. നീ ഇന്നലെ ടിക്കറ്റ് എടുത്തായിരുന്നു? എടുത്തു. ഓ കൊടുന്നാ കൊടുത്തല്ല. അല്ല നടരാജ, അതെ ആ 2 ടിക്കറ്റ് അടിച്ചിരിക്കണേൽ ഒരെണ്ണം ഇഞ്ഞതാ, കടമായിട്ട് മതി, ഞാൻ തരാം. പറ്റില്ല, 30 ലക്ഷം കൊടുക്കണം. ഭാഗ്യവാനേ ഭാഗ്യത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പേ ലോട്ടറിയുടെ പൈസ കൊടുക്കും. പൈസ കൊടുക്കാൻ ടിക്കറ്റ് എടുത്തത്? ആ കടമെടുത്തത് കോളടിച്ച് വെച്ചപ്പോ മച്ചമ്പ എടുത്ത ടിക്കറ്റ് പ്രൈസ് ഉണ്ട്. അതിന് മച്ചമ്പ എവിടെ ടിക്കറ്റ് എടുത്തത് നടരാജനല്ലേ? ഞാൻ ഇന്നലെ ശശിയുടെ ടിക്കറ്റ് മേടിച്ചു. ലാസ്റ്റ് 4 ടിക്കറ്റ് ഉണ്ടായിരുന്നു. 2 നേതാവ് എടുത്തു, 2 നടരാജൻ എടുത്തു. നേതാവ് എടുത്ത ടിക്കറ്റ് പ്രൈസ് അടിച്ചു. അപ്പൊ നടരാജൻ എടുത്തന്നെ അടിച്ചിട്ടില്ല? ഇല്ല, മച്ചമ്പയുടെ 2158 അടിച്ചേക്കുന്നത്. പിന്നെ ടിക്കറ്റ് മേടിച്ചിട്ട് അടിച്ചു പറഞ്ഞ് എവിടെ ടിക്കറ്റ്? എവിടെ എടുത്ത്? എവിടെ ടിക്കറ്റ്? ഓ എടുത്ത് കൈ വെച്ചോണ്ടിരിക്കുന്നത്. ഏതാ അടിച്ച ടിക്കറ്റ്? ഏതാ അടിച്ച ടിക്കറ്റ് നോക്കിയിട്. 2158 നമ്പർ നോക്കിയിട്.
അവിടുത്തെ ഏതാ? നടാ, കൊണ്ട പുഴുങ്ങി തിന്നടാ. കൂട്ടുകാരനെ പറ്റിക്കാൻ നിൽക്ക്. കൂട്ടൂല നീ പോ. പാവം അത് മനഃപൂർവ്വം ആയിരിക്കില്ല, അതിനും അറിഞ്ഞുകൊണ്ടിട്ടുണ്ടാവില്ല. നല്ല ഇതായിരുന്നു പറഞ്ഞ്. നീയും ടിക്കറ്റിന്റെ പൈസ കൊടുത്തിട്ടില്ലേ? കൊടുത്തില്ലായിരിക്കുമല്ലോ. എടാ ഇത് മാത്രം പോരടാ, കാശ് മാറ്റുമ്പോ ചായക്ക് എന്തെങ്കിലും കൊടുക്കണം. ശശി അല്ല ടിക്കറ്റ് എടുക്കും, അണ്ണൻ എടുത്ത് എടുക്കാം. സന്തോഷമായില്ലേ? നടക്കട്ടെ. ഒരു കൂട്ടുകാരനല്ലടാ നീ ഇങ്ങനെ ചതിക്കാൻ പാടും. അല്ല നോക്കി നോക്ക്. അടിച്ചിട്ട് ഒരു ടിക്കറ്റ് അത് പറ്റൂല. എന്റെ 2 ടിക്കറ്റ് ഞാൻ എന്റെ തങ്കത്തിന് കൊടുക്കാതെ കൊടുത്തു പോയി. ഇതാ പറയുന്ന കൊടുത്താ കൊല്ലത്ത് കിട്ടും. പാവടാ. Audience.